രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തിന് പത്തനംതിട്ട പ്രമാടത്ത് ഹെലിപാഡ് നിർമ്മിക്കാൻ ചെലവായത് 20 ലക്ഷം രൂപ. ഇവിടെ ഇറക്കിയ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നു പോകുന്നതും പിന്നീട് അവിടെയുള്ള പോലീസുകാരൊക്കെ ചേർന്ന് അത് തള്ളി നീക്കുന്നതുമൊക്കെ വലിയ വിവാദമായതാണ്, ചർച്ചയായതാണ്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുമാണ്. ഒക്ടോബർ 22-നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്തനംതിട്ടയിൽ എത്തിയത്. ആ ഹെലിപാഡ് നിർമ്മിക്കാൻ 20 ലക്ഷം രൂപ ചെലവായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവന്നത്. റിപ്പോർട്ട് കാണാം. പത്തനംതിട്ട പ്രമാടത്തെത്തിയത് രാഷ്ട്രപതിയുടേതുൾപ്പെടെ 3 ഹെലികോപ്റ്ററുകൾ. ഇതിനായി 3 ഹെലിപ്പാഡുകൾ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കി. എന്നാൽ കോൺക്രീറ്റ് ഇട്ടതല്ലാതെ ഹെലിപ്പാഡിന്റെ കൃത്യമായ നിർമ്മാണ രീതിയായിരുന്നില്ല. 20 ലക്ഷം രൂപ ഇതിന് ചിലവായെന്നാണ് വിവരാവകാശ രേഖ. VIP വിസിറ്റ് ഫണ്ടിൽ നിന്നാണ് തുക ചെലവഴിക്കുക. ജില്ലാ ഭരണകൂടത്തിന് ഇത് സംബന്ധിച്ച് കരാറുകാർ ബില്ല് കൈമാറി. ബില്ല് പാസ്സായിട്ടില്ല എന്ന് പൊതുമരാമത്ത് വിഭാഗം അറിയിച്ചു. ഒക്ടോബർ 22-നായിരുന്നു രാഷ്ട്രപതി ശബരിമല സന്ദർശനത്തിനായി എത്തിയത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിലയ്ക്കലിൽ നിന്ന് പത്തനംതിട്ട പ്രമാടത്തേക്ക് ഹെലികോപ്റ്റർ ഇറക്കുന്നത് മാറ്റുകയായിരുന്നു. ഒക്ടോബർ 21 വൈകിട്ടോടെയായിരുന്നു അശാസ്ത്രീയമായ രീതിയിൽ ഹെലിപ്പാഡ് നിർമ്മാണം. ആനപ്പാറ റഷീദ് എന്ന പൊതുപ്രവർത്തകനാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിവരാവകാശ പ്രകാരം ശേഖരിച്ചത്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.